ഹലോ. മിറ്റർ ഗാർഡനിൽ എപ്പിസോഡ് 1 നമ്മൾ പറഞ്ഞ് നിർത്തിയത് ഡാവുങ്സിയോടുള്ള എല്ലാ ദേഷ്യവും തീർത്ത് ഷാൻസായി വന്ന് ഡാവുങ്സിയെ അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇത് എപ്പിസോഡ് 2. ഇപ്പോൾ ഈ സീനിൽ കാണുന്നത് ഷാൻസായുടെ ചവിട്ട് കൊണ്ട് ഡാവുങ്സിയുടെ ബോധം പോയായിരുന്നു. ആ ബോധം പോയ ഡാവുങ്സിയെ F4 ടീം എല്ലാവരും കൂടെ ഫണ്ടിന് വേണ്ടി കെട്ടിയിട്ട് ബാൻഡേജ് ഫുൾ പൊതിഞ്ഞാണ് ഒരു ചെയറിൽ ലോക്ക് ചെയ്തേക്കുവാണ്. ഇനി ഡാവുങ്സിയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവർ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഡാവുങ്സിക്ക് ബോധം വരുമ്പോൾ ഡാവുങ്സിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇവരൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഡാവുങ്സിക്ക് ബോധം വന്നൊരു സീനാണ്. ബോധം വന്നു കഴിഞ്ഞപ്പോൾ ഡാവുങ്സി ഇവരെല്ലാവരും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് ഈ ഫോട്ടോസും വീഡിയോസും വെച്ച്. അതുപോലെ തന്നെ ഷാൻസ ഒരു ധൈര്യമുള്ള കുട്ടിയാണെന്ന് ലേ പറയുന്നുണ്ട്. ഇത്രയും പബ്ലിക്കായിട്ട് ഡാവുങ്സിയെ ചവിട്ടാൻ മാത്രം ധൈര്യം ഉണ്ടെങ്കിൽ അവൾ അത്രയും ധൈര്യമുള്ളൊരു കുട്ടിയാണെന്ന് തന്നെ ലേ പറയുന്നത് കേട്ട് ഡാവുങ്സിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ഡാവുങ്സി അതിന് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. വല്ലാതെ ഇറിറ്റേറ്റ് ആവുന്നുണ്ട് ഡാവുങ്സി. നെക്സ്റ്റ് ഡേ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമാണ്. എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. അപ്പോൾ ഷാൻസായുടെ അസൈൻമെൻറ്റ് ഷെങ്കിൻ കാണുകയും ഷെങ്കിൻ അത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് അവൻ പറയുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ഗ്രൂപ്പിലായാൽ മതിയായിരുന്നു, നിങ്ങളുടെ അസൈൻമെൻറ്റ് ആണ് നല്ല ഭംഗിയുണ്ടെന്ന്. ഷാൻസ അവൻ്റെ അസൈൻമെൻറ്റ് തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് നീ നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെയും നിൻ്റെ വർക്കും എടുത്ത് ചെയ്യുക, ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തതാണെന്ന് ലീഷനും ഷാൻസയും കൂടെ ചിരിക്കും. ഷാൻസായുടെ ഗ്രൂപ്പിലാണ് ജിയാംബായയും ലീ സിൻഹുയും ഉള്ളത്. ഇവർ രണ്ടുപേരും പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന കാണുമ്പോഴേക്കും ഷാൻസായി പറയും, നിങ്ങൾക്ക് അസൈൻമെൻറ്റ് റെഡി ആയിട്ടില്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഒന്നിച്ച് സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പം പെട്ടെന്ന് എന്തോ അവർ അതിൽ ബാങ്കെ അവളോട് വളരെ ചൂടാവുന്നു. നീ നല്ല കുട്ടിയെന്ന് കരുതിയാണ് നിൻ്റെ ഗ്രൂപ്പിൽ ഞങ്ങൾ ആഡായത്, പക്ഷേ നീ ഇത്രയും മോശക്കാരിയായി ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവളെ ഭയങ്കരമായിട്ട് അപമാനിക്കുന്നുണ്ട്. അപ്പം ലീഷനും ഷെങ്കിങ്ങിനും മനസ്സിലാകുന്നില്ല അവർ എന്തിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഷാൻസ ചോദിക്കും, അതിന് ഞാൻ എന്താ നിങ്ങളോട് ചെയ്തേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ലിൻസെഹുയി പറയുന്നുണ്ട്, എന്നോട് നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പരാതിയായിട്ട് പറയുന്നുണ്ട്. അപ്പോഴാണ് ബാഹ്യ പറയുന്നത്, ഷിൻഹുയിക്ക് ഡാവുങ്സി ഇഷ്ടമാണെന്നും അവനെ എങ്ങനെയും പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഷിൻസെയ് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയാമല്ലോ, പിന്നെ എന്തിനാണ് നീ F4 ടീമിൽ ഡാവുങ്സിയെ തന്നെ സെലക്ട് ചെയ്ത് ഫ്ലേർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഷാൻസായിക്ക് ഒരു ഷോക്കാവുന്നുണ്ട്. ഷാൻസായിക്ക് സങ്കടമാകും. പക്ഷേ ഷാൻസായി അവരെ തിരുത്താൻ നോക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് F4 ടീമുമായിട്ട് ഒരു റിലേഷനും ഇല്ല, അതൊക്കെ ആക്സിഡൻ്റലി ഉണ്ടാകുന്ന ചില മൊമെൻറ്റ്സ് ആണ്, അതല്ലാതെ ഡാവുങ്സിയുമായിട്ട് എനിക്കൊരു റിലേഷനും ഇല്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഷാൻസായിക്ക് F4 ടീമിലെ ലേയോടൊരു അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എപ്പിസോഡ് 1 ഡാവുങ്സി ഫുഡ് ഓർഡർ ചെയ്ത് ഷാൻസായുടെ അമ്മയുടെ ഫുഡിനെ ഇൻസൾട്ട് ചെയ്യുകയും ഷാൻസായി കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുമ്പോൾ 2 ബോയ്സ് അറ്റാക്ക് ചെയ്യുമ്പോൾ ലേ വന്ന് ഹെൽപ്പ് ചെയ്യുന്നൊരു സീൻ ഉണ്ടായിരുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഷാൻസായിക്ക് ലേയോടൊരു അട്രാക്ഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഷാൻസായി കരഞ്ഞപ്പോൾ ലേ തൻ്റെ കർച്ചീഫ് ഷാൻസായിക്ക് കൊടുത്തിരുന്നു. ഷാൻസായി ആ കർച്ചീഫ് തിരിച്ചു കൊടുക്കാനായി എന്ന പേരിൽ ലേയെ കാണാൻ വേണ്ടി ലേ എപ്പോഴും ഇരിക്കുന്ന റൂഫിൽ ആ ബെഞ്ചിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ ലേ ഇല്ല. അപ്പോൾ ഷാൻസായി എന്നാൽ ലേക്ക് ഇത് കൊടുക്കണം, കാണണം എന്ന തീരുമാനത്തോടു കൂടി അവിടെ എല്ലാം തപ്പി. ലാസ്റ്റ് മ്യൂസിക് ക്ലാസ്സിൽ പോയി തപ്പിയപ്പോഴേക്കും ലേ അവിടെ നിന്ന് വയലിൻ റെഡി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് ലേയുടെ നേരെ ഈ കർച്ചീഫ് നീട്ടിക്കൊണ്ട് ഷാൻസായി പറഞ്ഞു, ഇതാ നിങ്ങൾ എനിക്ക് തന്ന കർച്ചീഫാണ്, ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞു, തിരിച്ചെടുത്തോളൂ എന്ന് പറയുമ്പോൾ ലേ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഒരാൾക്ക് കൊടുത്തൊരു സാധനം തിരിച്ച് മേടിക്കാറില്ല, അതെൻ്റെ രീതിയല്ല എന്ന് പറഞ്ഞ് ലേ ഷാൻസായെ മൈൻഡ് ചെയ്യാതെ നടന്നു പോവുകയാണ്. ഷാൻസായി ക്ലാസ് കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോൾ ഡാവുങ്സിയുടെ ബോഡി ഗാർഡ്സ് അവളെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാൻസായി അവർ ബ്ലോക്ക് ചെയ്തിട്ട് ഷാൻസായോട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ വരണമെന്ന്. ഷാൻസ ചോദിച്ചാൽ ആരാ, ഞാൻ എന്തിനാണ് നിങ്ങളുടെ കൂടെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ വന്നു, ഞങ്ങൾ ഡാവുങ്സിയുടെ ബോഡി ഗാർഡ്സാണ്, ഡാവുങ്സിയുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഡാവുങ്സി ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ്, നീ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റുമെന്ന് പറയും. അപ്പോൾ അവൾക്കൊന്നും മനസ്സിലാകത്തില്ല എന്തിലായിരിക്കും വിളിച്ചതെന്ന്. ആദ്യം അവൾ പോകാൻ മടിച്ചെങ്കിലും അവരുടെ കൂടെ അവൾ പോകുന്നുണ്ട്. അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾ ഭയങ്കരമായിട്ട് സർപ്രൈസായി. കാരണം അവളെ മസാജ് സെൻറ്ററിലേക്കും അതുപോലെ ബ്യൂട്ടി പാർലറിലേക്കും ഒക്കെ അവർ മൂവ് ചെയ്തുകൊണ്ട് പോയി. അവരെല്ലാവരും ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവളെ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഡാവുങ്സി റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. അവൾ കുറേ എതിർത്തെങ്കിലും ഒന്നും നടന്നില്ല. കുറേ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അവളെ പിടിച്ചിരുത്തി മസാജ് ചെയ്യുകയും
അവളെ മേക്ക് ഓവർ ചെയ്യുകയും അവളെ ആ ഒരു ഗെറ്റപ്പ് തന്നെ മാറ്റി ഒരു റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലി എന്നുള്ളൊരു പെൺകുട്ടിയെ പോലെ ഒരുക്കിയെടുക്കുന്നുണ്ട്. മേക്ക് ഓവർ എല്ലാം കഴിഞ്ഞിട്ട് അവളെ നേരെ ഒരു റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ റൂമിൽ F4 ടീമിൻ്റെ കുഞ്ഞിലത്തെ എല്ലാ ഫോട്ടോസും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഡൗൺസിയെ കുഞ്ഞിലെ കാണുമ്പോഴും അവൾ ആ ഫോട്ടോ എടുത്തിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഡൗൺസിയെ റൂമിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് ഡൗൺസിയെ കാണുമ്പോഴേക്കും ഇവൾ ചോദിക്കും, എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ ഡൗൺസി പറയുന്നുണ്ട്, നാളെ തൊട്ട് നിന്നെ എൻ്റെ ഗേൾ ഫ്രണ്ട് ആക്കാൻ പോവുക, അതുകൊണ്ട് എൻ്റെ ഗേൾ ഫ്രണ്ട് ആകാനുള്ള രീതിയിൽ നിന്നെ ഞാനൊന്ന് മാറ്റിയെടുത്താന്ന് പറയും. അപ്പോൾ ഡൗൺസിയെ നോക്കിക്കൊണ്ട് ഷാൻസായി ഇങ്ങനെ പുച്ഛത്തോടെ ചിരിക്കും. എന്താ പറഞ്ഞാൽ മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഡൗൺസി പറഞ്ഞത് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് അവളെ നോക്കിയിട്ട് ഭയങ്കര പ്രൗഡായിട്ടിരിക്കും. അപ്പോഴേക്കും ഷാൻസെ ചിരിച്ചുകൊണ്ട് പറയും, എനിക്ക് നിൻ്റെ ഗേൾ ഫ്രണ്ട് ആകാൻ താല്പര്യമില്ല, എനിക്ക് നിൻ്റെ ഫ്രണ്ടാകാൻ പോലും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അവനെ കളിയാക്കും. അപ്പോഴേക്കും അവൻ പറയും, എൻ്റെ ഗേൾ ഫ്രണ്ടായി ഒത്തിരി ഉപകാരങ്ങളുണ്ട്, എന്നും രാവിലെ കാറിൽ സ്കൂളിലേക്ക് വരാം, കാറിൽ തിരിച്ചു പോകാം, ലഞ്ച്, ഡിന്നർ, ഐസ്ക്രീം പാർലർ എന്നീ പല സ്ഥലങ്ങളിലും ഫ്രീ ആയിട്ട് പോകാം എന്നൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് ആൾ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര പുച്ഛം തോന്നുന്നുണ്ട് ഡൗൺസിയോട്. എന്നിട്ട് ഡൗൺസിയോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾക്ക് കൊടുത്ത ഡ്രസ്സിൽ നിന്നും ആ ചെരുപ്പൊക്കെ വലിച്ചൂരി ഡൗൺസിക്ക് നേരെ എറിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാം. നെക്സ്റ്റ് ഡേ ഷാൻസായും ലീഷനും കൂടെ കോളേജിലേക്ക് രാവിലെ നടന്നു വരുവാണ്. അപ്പോൾ ഇന്നലെ ഡൗൺസിയുടെ വീട്ടിലേക്ക് പോയതിനെപ്പറ്റിയൊക്കെ ലീഷനോട് ഷാൻസായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ F4 ടീം അവർക്ക് നേരെ വരുന്നുണ്ട്. ഷാൻസായെ ക്രോസ് ചെയ്ത് പോകുമ്പോഴേക്കും F4 ടീമിലെ ലേയോട് ഷാൻസായ്ക്ക് ക്രഷ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ലേയെ ഷാൻസായി ഇങ്ങനെ ജസ്റ്റ് അവരുടെ ടീമിലേക്ക് നോക്കി ലേയെ മാത്രമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഡൗൺസി ഓർക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കുന്നുണ്ട്, ഷാൻസായി എന്നെയാണ് നോക്കുന്നത് എന്നും. F4 ടീമിനോട് പറയുന്നുണ്ട്, ഷാൻസായി എന്നെ നോക്കുന്നുണ്ട്, അവൾക്ക് എന്നോട് ക്രഷ് ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ F4 ടീം തിരിച്ച് ഡൗൺസിയെ കളിയാക്കുന്നുണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൽ ഇന്നത്തെ ടോപ്പിക്ക് ബനാനയായിരുന്നു. അപ്പോൾ ബനാനയെ പറ്റി ചെങ്കിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം ചെങ്കിക്ക് ബനാനയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാം. കാരണം ചെങ്കിയുടെ ഫാമിലി ആയിട്ട് ഈ ബനാന കൾട്ടിവേഷനൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. ഷെങ്കി അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം കോളേജിൽ ബനാന ടോപ്പിക്കിലുണ്ടായ ആ ഒരു അസൈൻമെൻറ്റിൽ ഷെങ്കിയാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബനാനയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞ് സ്കോർ ചെയ്തുകൊണ്ട് ഷെങ്കിക്ക് കുറച്ച് ഒരു ജാട പോലെയൊക്കെ ആയിട്ട് ഷെങ്കി കൂടുതൽ അതിനെപ്പറ്റി തന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇങ്ങനെ അത് തന്നെ റിപ്പീറ്റ് അടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഷെങ്കി പറയുന്നുണ്ട്, ബനാന ചവിട്ടിയാൽ തെന്നി വീഴത്തൊന്നുമില്ല, വേണേൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ ക്ലാസ്മേറ്റ്സിനെ എല്ലാം കൂട്ടിക്കൊണ്ട് പോയി അവിടെ പുറത്ത് വന്ന് ക്ലാസ് റൂമിൻ്റെ പുറത്ത് വന്നിട്ട് ബനാനയെ ചവിട്ടുന്ന പോലെയും തെന്നി വീഴാതെ പോകുന്നത് പോലെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഷാൻസായി ലീഷനും ബാക്കി ഫ്രണ്ട്സും എല്ലാവരും കൈ അടിക്കുന്നുണ്ട്. പക്ഷേ ഷാൻസായി ഇതുപോലെ കൈ അടിക്കുന്നതും ഹാപ്പി ആയിട്ടിരിക്കുന്നതും അത് ഷെങ്കി കാരണമാണെന്ന് കാണുമ്പോഴേക്കും F4 ടീം അവരെ ശ്രദ്ധിക്കുകയും ഡൗൺസി ഇത് കാണുകയും ചെയ്യുന്നുണ്ട്. ഡൗൺസിയുടെ പ്രപ്പോസൽ ഷാൻസായി റിജക്റ്റ് ചെയ്യുകയും ഷാൻസായിയെ ഷെങ്കി ഇതുപോലെ ഹാപ്പി ആക്കുന്നതും കാണുന്നത് കൊണ്ടായിരിക്കാം ഡൗൺസി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുകയും ഭയങ്കരമായിട്ട് ഷെങ്കിയോടൊരു ഈഗോയോ അല്ലെങ്കിൽ ഒരു പൊസസീവ്നെസ്സൊക്കെ ഡൗൺസിയുടെ മുഖത്ത് കാണുന്നുണ്ട്. ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഷാൻസായി ടീ ഷോപ്പിൽ ഷിയയുടെ കൂടെ ലിയോയോടുള്ള ക്രഷിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷാൻസായി ബ്രേക്ക് ടൈമിൽ ലേയെ കാണാൻ വേണ്ടി ലേ എപ്പോഴും ഇരിക്കുന്ന കോളേജിൻ്റെ റൂഫ് ടോപ്പിലോട്ട് കയറി ചെല്ലുവാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും ലേ അവിടെ ഇരിപ്പില്ല. പക്ഷേ ലേ അവിടെ വരച്ചു വെച്ചിരിക്കുന്ന മാപ്പുകൾ കാണുകയും ഈ മാപ്പ് ഷിമൻ ഓൾറെഡി ഷിയോയോട് ഒരു ക്രഷ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും ഷിമൻ ശ്രദ്ധിക്കുന്നില്ല, ഷിയോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ലേക്ക് ഷാൻസായി അവിടുത്തെ സ്പെഷ്യൽ ടീകളെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തപ്പം ലേ അവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള 2 ടീ തന്നെ പറഞ്ഞ് ഷാൻസായി അവർക്ക് ടീ കൊടുക്കുന്നുണ്ട്. ഷാൻസായിയുടെ കയ്യിൽ നിന്ന് ടീ മേടിച്ചുകൊണ്ട് ലേയും ഷിമനും കൂടെ ടീ ഷോപ്പിൽ നിന്ന് പോകുന്നുണ്ട്. ഷാൻസായി ബ്രേക്ക് ടൈമിൽ ലേയെ കാണാൻ വേണ്ടി ലേ എപ്പോഴും ഇരിക്കുന്ന കോളേജിൻ്റെ റൂഫ് ടോപ്പിലോട്ട് കയറി ചെല്ലുവാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും ലേ അവിടെ ഇരിപ്പില്ല. പക്ഷേ ലേ അവിടെ വരച്ചു വെച്ചിരിക്കുന്ന മാപ്പുകൾ കാണുകയും ഈ മാപ്പ് നോക്കി ഇവളുടേതായ രീതിയിലുള്ള ചൈൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേ ബാക്കിൽ വന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഷാൻസായിട്ട് ഡൗട്ട് ഈ മാപ്പിൽ ഇപ്പോൾ ഷാൻസായി നിൽക്കുന്നത് എവിടെയായിട്ടായിരിക്കും എന്നൊക്കെയായിരുന്നു. ലേക്ക് ഇവളുടെ ഈ കുട്ടിത്വവും
ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ കാണുമ്പോഴേക്കും ഭയങ്കര ക്യൂട്ട്നെസ് തോന്നുകയും ഷാൻസയുടെ പ്രത്യേക ഇഷ്ടം തോന്നുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ കുറേ നേരം സംസാരിക്കുകയും മാപ്പിനെപ്പറ്റി ഡൗട്ട് ചോദിക്കുകയും ലേ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ ഒന്നിച്ചാണ് റൂഫ് ടോപ്പിൽ നിന്ന് കോളേജിന് താഴേക്ക് ഇറങ്ങി വരുന്നത്. ഇവർ ഇറങ്ങി വരുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് പിരിയുന്നത്. ഇത് കണ്ട് ഷാൻസയുടെ ക്ലാസ്മേറ്റ്സ് ഇത് കാണുകയും ഭയങ്കര പൊസസീവ് അടിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം F4 ടീമുമായിട്ട് ഇവൾ ഇത്രയും കണക്റ്റഡ് ആണ് എന്ന് തോന്നിക്കുന്നുണ്ട്. അവർക്ക് പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ ഭയങ്കര പൊസസീവ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഷാൻസായിയെ എരിവ് കയറ്റാൻ വേണ്ടി ഈ രണ്ട് ഫ്രണ്ട്സും കൂടെ വന്ന് ഷാൻസായോട് പറയുന്നുണ്ട്, നിൻ്റെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് ഞാൻ നിനക്കൊരു സഹായം ചെയ്തു തരാം. F4 ടീമുമായിട്ട് നീ ഇത്രയും കണക്റ്റഡ് ആയില്ലേ, ലേക്ക് വേറെ അഫെയർ ഉണ്ട്, ലേക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അത് ഈ മിങ്ഡേ യൂണിവേഴ്സിറ്റിയുടെ ഗോഡസ് ആണ്, ഒരു ദേവത തന്നെയാണ് ലേക്കിൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഷാൻസായിയെ ഇങ്ങനെ എരിവ് കയറ്റുന്നുണ്ട്. പക്ഷെ ഷാൻസായി അത് മുഖത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഷാൻസായിക്ക് അത് ഭയങ്കരമായിട്ട് ഉള്ളിൽ കൊണ്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. ലേക്ക് അങ്ങനെ ഒരു അഫെയർ ഉണ്ടോ, അങ്ങനെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ഒരു വിഷമമാവുന്നുണ്ട് മനസ്സിൽ. അങ്ങനെ അവർ ഗേൾ ഫ്രണ്ടിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ടെങ് ടാങ്ജിങ് ആണ്, ശരിക്കും ഒരു ഗോഡസിനെ പോലെ തന്നെയാണ് ടെങ് ടാങ്ജിങ്ങിനെ കണ്ടാൽ. ഇപ്പോൾ ഫ്രാൻസിൽ പഠിക്കുകയാണ്, ഫ്രാൻസിലെ പഠനം കഴിഞ്ഞ് തിരിച്ചുടനെ വരും എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഷാൻസായുടെ മനസ്സിൽ മൊത്തം ഈ ഒരു മാറ്റർ ഇങ്ങനെ കിടക്കുക. ഷാൻസ വൈകിട്ട് തിരിച്ച് പോകുന്ന വഴിയിൽ വെച്ച് ടെങ് ടാങ്സിങ്ങിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് സ്ക്രീനിൽ വരുന്നത് ലേ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയിരിക്കുന്ന ഷാൻസായി കാണുമ്പോൾ ഷാൻസായിക്ക് പ്രത്യേകിച്ച് മുഖഭാവത്തോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എക്സ്പ്രഷനോ ഒന്നും തന്നെ ഇല്ല. കാരണം ഭയങ്കര ഷോക്കായിപ്പോയി ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണുമ്പോഴേക്കും ലേയെ കണ്ടിട്ട് ഷാൻസായി ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുക. അപ്പോൾ ലേ പെട്ടെന്ന് ഈ സ്ക്രീനിൽ നിന്ന് ഷാൻസായി തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ ആ വെട്ടത്തിൽ ഷാൻസായി കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടാണ്. അത് ലേ ഷാൻസായിട്ട് പറയുന്നുണ്ട്, ഇപ്പം നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഷാൻസായിയുടെ ഫോർഹെഡിലൊരു കിസ്സ് കൊടുക്കുന്നുണ്ട്. ഷാൻസായി ശരിക്കും ഷോക്കായി പോകും. ഷാൻസായി ഈ കിസ്സ് ശരിക്കും തെറ്റിദ്ധരിച്ച് ഷാൻസായുടെ ഉള്ളിലുള്ള ആ ഫീലിങ്സ് കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്നുണ്ട്. ലേ ആ ഒരു ക്യൂട്ട്നെസ്സിലാണ് ആ ഒരു കിസ്സ് കൊടുത്തിരിക്കുന്ന ആ മൊമെൻ്റ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ പിറ്റേ ദിവസം ഷാൻസായി ഈ മൊമെൻറ്റ് ലേ തന്നെ കിസ് ചെയ്ത ആ മൊമെൻറ്റ് ഓർത്ത് നടന്നു പോവുക. അപ്പോൾ F4 ടൈമിൽ ഡൗങ്സി ഓപ്പോസിറ്റ് നടന്നു വരുന്നുണ്ട്. ഷാൻസായിയെ കാണുമ്പോഴേക്കും ഡൗങ്സിക്ക് കുറിച്ച് ഒരു ക്രഷ് ഉള്ളത് കൊണ്ട് തന്നെ ആളെ മൈൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടാണ് നടന്നു പോകുന്നത്. പക്ഷേ ഷാൻസായി ഈ ലോകത്തെങ്ങും അല്ല. ഷാൻസായി മൈൻഡ് ചെയ്ത് നടന്നു പോകുമ്പോഴേക്കും ഡൗങ്സി വിളിച്ച് നിർത്തുന്നുണ്ട്. അപ്പോൾ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നീയോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഡൗങ്സിയുടെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയിട്ടുണ്ട്. കാരണം ഇവളെപ്പോഴും പൈനാപ്പിൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്നതുകൊണ്ട് ഡൗങ്സി ആ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി വൃത്തിക്ക് തന്നെയാണ് ഈ പ്രാവശ്യം ഷാൻസായി മീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഷാൻസായി ആ ഒരു ഹെയർ സ്റ്റൈൽ കണ്ട് ഷോക്കായി പോയിട്ട് ചോദിക്കുന്നുണ്ട്, പൈനാപ്പിൾ ഹെഡ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഡൗങ്സി പറയുന്നുണ്ട്, നീ പറഞ്ഞിട്ടൊന്നുമല്ല, എനിക്കെൻ്റെ ഹെയർ സ്റ്റൈൽ ഒരു ചേഞ്ച് വരുത്തണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ചേഞ്ച് വരുത്തിയതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ ഒരു പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നും ഇല്ലാതെ തന്നെ ഷാൻസയോട് പറയുന്നുണ്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് തന്നെ ഒരു എക്സ്പ്രഷനും ഇല്ലാതെയാണോ ഓക്കെ പറയുന്നത്? അപ്പോൾ അവൾ പറയും നിനക്ക് ചേരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴും പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ അതിനോടും തർക്കിക്കുന്നുണ്ട്. അങ്ങനെ തമ്മിൽ തർക്കിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങനെ രണ്ടുപേരും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷെങ്കിങ്ക ആ വഴി വരുന്നത്. ഷെങ്കിങ്ക ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയാണ് ഇവരെ കാണുകയും എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ഷാൻസായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാൻസായി അവിടെയും ഡൗങ്സിയെ കളിയാക്കിക്കൊണ്ട് ഷെങ്കിങ്കയോട് പറഞ്ഞ് ചിരിക്കുമ്പോഴേക്കും ഡൗങ്സിക്ക് ദേഷ്യം വരും. നീ എന്നെ കളിയാക്കുവാണോ, എന്നെ ഇൻസൾട്ട് ചെയ്യുവാണോ അങ്ങനെയൊക്കെ ചോദിച്ച് വെറുതെ വഴക്ക് പിടിക്കുന്നുണ്ട്. ഇവർ തമ്മിലേക്ക് തർക്കിച്ച് നിൽക്കുമ്പോഴാണ് F4 ടീമിൽ നിന്ന് ഷിമൻ വരികയും ഷിമൻ ഓടി വന്ന് ഡൗങ്സിയോട് പറയുന്നുണ്ട്, ഡൗങ്സി ഇതേ ജിങ് വന്നിട്ടുണ്ട് എന്ന്. ജിങ് എന്ന് പറയുന്നത് ടെങ് ടാങ്ജിങ് ആണ്, അതായത് നമ്മുടെ ലേയുടെ ഗേൾ ഫ്രണ്ടാണ്. ആൾ ഫ്രാൻസിലെ പഠനം കഴിഞ്ഞ് തിരിച്ച് എത്തി എന്ന് ഡൗങ്സിയോട് പറയുമ്പോൾ ഡൗങ്സി ഷോക്കായിട്ട് തിരിച്ച് ഓടി ചെല്ലുന്നുണ്ട് അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ഇവർക്ക് ഭയങ്കര ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്.
ഓടി ചെല്ലുമ്പോഴേക്കും നമ്മളെ കാണിക്കുന്നത് ഇപ്പം ജിങ്ങിനെയാണ്. ശരിക്കും ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് ജിങ്. വരുമ്പോൾ തന്നെ എല്ലാവരുടെയും ഒരു അട്രാക്ഷനാണ് ജിങ്. കോളേജിൽ തന്നെ സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് ജിങ്ങാണ്. എല്ലാവർക്കും അറിയാം ഷാൻസായി ഒരു ന്യൂ സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ജൂനിയർ സ്റ്റുഡൻ്റ് ആയതുകൊണ്ടാണ് ഷാൻസായിക്കൊന്നും ജിങ്ങിനെ പരിചയം. സീനിയർ സ്റ്റുഡൻസ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ ജിങ്ങിനെ നല്ല പരിചയമാണ്. അത് കേട്ട് ജിങ്ങിനെ കാണാൻ വേണ്ടി ഷാൻസായും കിങ്കയും കൂടെ ഓടി വരുന്നുണ്ട്. ഇവർ തമ്മിൽ മാറി നിന്ന് ജിങ്ങിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ജിങ്ങിനെ ഹഗ്ഗൊക്കെ ചെയ്യുമ്പോഴേക്കും ലേ ഇങ്ങനെ ഭയങ്കര ഹാപ്പിയായിട്ട് മാറി ഇങ്ങനെ നിൽക്കുകയാണ്, സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോഴേക്കും ലാസ്റ്റ് ജിങ് ലൈ അടുത്ത് ചെന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും ഷാൻസായിക്ക് വളരെ ഹേർട്ടാവുന്നുണ്ട്. അപ്പോൾ ഷാൻസായി പറയുന്നുണ്ട് ശരിക്കും ഇവള് വേറെ ഒരു ദേവതയെ പോലെ തന്നെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. തീരുമാനിച്ച് നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ വന്ന് അവരുടെ ബ്രേക്ക് ടൈമിൽ ഷാൻസായും കിങ്കയും കൂടെ നടന്നു വരുമ്പോൾ ഡൗങ്സി വരുന്നു. ഡൗങ്സി വന്ന് തടയുമ്പോഴേക്കും കിങ്ക കയറി വരുമ്പോൾ കിങ്കയെ തള്ളി മാറ്റിയിട്ട് ഡൗങ്സി ഷാൻസായോട് പറയും എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, എൻ്റെ കൂടെ വരണമെന്ന് പറയുന്നുണ്ട്. ഷാൻസായി പറയും നിനക്കിപ്പോൾ എന്നെ അത്യാവശ്യമായിട്ട് പറയാനുള്ളതെന്ന് ചോദിക്കും. അപ്പം ഡൗങ്സി പറയുന്നുണ്ട് ഇപ്പം നീ ഫ്രീ അല്ലേ, എൻ്റെ കൂടെ വന്നാലിപ്പോൾ എന്നാ എന്ന് ചോദിക്കും. അപ്പോൾ ഡൗങ്സി പറയും ഞാൻ ഫ്രീ അല്ല എന്ന് പറയും. അപ്പം ഡൗങ്സി ചോദിക്കുന്നതിന് എന്താ ഇത്ര തിരക്കെന്ന് ചോദിക്കും. അപ്പോൾ ഡൗങ്സി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച് തന്ന ലഞ്ച് കഴിക്കണം, നിന്നെപ്പോലുള്ള പണക്കാരൻ പയ്യന്മാർക്കാവെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞ് ഡൗങ്സിയെ തള്ളി മാറ്റിയിട്ട് ഷാൻസായുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ മുതൽ കിങ്കയോട് ഷാൻസായിക്ക് ഭയങ്കരമായിട്ട് പോസസീവ് ആകുന്നുണ്ട്. അപ്പോൾ തൊട്ട് അവരുടെ മൊമെൻറ്റ്സ് അവരൊന്നിച്ചുള്ള ടൈമൊക്കെ ഷാൻസായി ഭയങ്കര ഹാപ്പിയാണെന്ന് ഡൗങ്സി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ കിങ്കയോട് വളരെ ഒരു പൊസസീവ്നെസ് ആയിട്ട് മുമ്പോട്ട് പോവുകയാണ് ഡൗങ്സി. അങ്ങനെ ഏറ്റവും അവസാനം കിങ്കയ്ക്ക് ജോക്കർ കാർഡ് കൊടുക്കുകയാണ്. ജോക്കർ കാർഡ് കിട്ടുമ്പോൾ ആദ്യമൊക്കെ കിങ്ക ഭയങ്കര ഹാപ്പി ആവും, പക്ഷേ ഷാൻസായി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവും. ഡൗങ്സിയുടെ അടുത്ത് ചെന്നിട്ട് ഷാൻസായി പറയുന്നുണ്ട് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് തീർത്താൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് നീ ഇതുമായിട്ട് വരണ്ട, ഇന്നെന്തായാലും ജോക്കർ കാർഡൊന്നും കിങ്ക ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അത് ഷാൻസായോട് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക് ടൈമായി ലഞ്ച് ടൈമിൽ ഇവർ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ ആയിട്ട് പോകുമ്പോഴേക്കും F4 ടീമിൽ എല്ലാവരും അവിടെയുണ്ട്, കൂടെ ജിന്നും ഇരിപ്പുണ്ട്. കിങ്കയും ഷാൻസായും കൂടെയാണ് ഫുഡ് കഴിക്കാൻ ചെല്ലുന്നത്. അപ്പം ഷാൻസായി ഇരിക്കുന്ന നേരം ഡൗങ്സിയുടെ ഫേസ് ടു ഫേസ് ആണ്. അപ്പം ഷാൻസായിക്ക് ഡൗങ്സിയെ കാണുന്നത് ഭയങ്കര ഇറിറ്റേഷൻ ആയതുകൊണ്ടും അതിലുപരി ലേയും ജിന്നും ഒന്നിച്ചിരിക്കുന്നത് കാണാൻ പറ്റാത്തത് കൊണ്ടും ഷാൻസായി കുറച്ച് മാറിയിരിക്കാൻ നോക്കും. അപ്പോൾ ഡൗങ്സി തന്നെ ഇവളെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഷാൻസായിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഷാൻസായി എണീറ്റ് പോകാൻ നോക്കുമ്പോഴേക്കും ഏതോ ഒരു സീനിയർ സ്റ്റുഡൻറ്റിനെ തട്ടി അവരുടെ ദേഹത്ത് ഫുഡ് ആവുന്നുണ്ട്. അപ്പോഴേക്കും അയാൾ ഭയങ്കരമായിട്ട് ഷാൻസായോട് റൂഡായിട്ട് സംസാരിക്കുമ്പോഴേക്കും ഡൗങ്സി വരുന്ന കളിയാക്കും. അങ്ങനെ വേണം, ഇപ്പോൾ മനസ്സിലായില്ലേ നിനക്ക് നിൻ്റെ അഹങ്കാരം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആയിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. എന്നിട്ട് അവൾക്ക് ഭയങ്കര വിഷമമാകുന്നുണ്ട്. പക്ഷേ ലേ ആ സമയത്ത് വന്ന് ലേക്കത് ഭയങ്കരമായിട്ട് അവളുടെ ആ ഒരു മൊമെൻറ്റ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അത് കാണുന്നത്. പക്ഷെ ജിന്നിരിക്കുന്നൊന്നും ലേ നോക്കാതെ തന്നെ പെട്ടെന്ന് അവളെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവളെ കയ്യെ പിടിച്ച് എണീപ്പിച്ച് അവളെ വാഷ് ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഒരുങ്ങുമ്പോഴേക്കും ഡൗങ്സി വന്നിട്ട് പറയുന്നുണ്ട് ലേ ഇത് ചെയ്യാൻ പാടില്ല, കാരണം നീ എൻ്റെ ഫ്രണ്ടാണ്, ഇവളുടെ ഫ്രണ്ടല്ല, ഇവളുടെ അഹങ്കാരത്തിന് കിട്ടിയതാ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഡൗങ്സി ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ നിൽക്കുമ്പോൾ ലേ പറയുന്നുണ്ട് അങ്ങനെ ഇവളെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന്. പക്ഷേ ജിന്നിരിക്കുന്നൊന്നും ലേ ശ്രദ്ധിക്കുന്നില്ല. ഷാൻസായുടെ ഒരു ക്യൂട്ട്നെസ്സിനോട് ശരിക്കും ലേക്കൊരു ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പം ലേ അവൾക്ക് അപകടങ്ങൾ വരുന്നതും അങ്ങനെ വരുന്ന മൊമെൻറ്റിലൊക്കെ ലേ എപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഡൗങ്സി അപ്പം തന്നെ പറയും ഇപ്പോൾ നീ ഇവളെ ഹെൽപ്പ് ചെയ്തെങ്കിൽ നമ്മൾ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ വെച്ച് നിർത്തേണ്ട വരുമെന്ന്. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ ലേ അവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ജിൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ട് നോക്കുന്നുണ്ട്. ലേ ഫസ്റ്റ് ടൈമാണ് മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടി, ജിന്നല്ലാതെ മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടി സ്വന്തം ഫ്രണ്ട്സിനെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു മൂവ് ചെയ്യുന്നത്.